ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇങ്ങോട്ടൊക്കെ ഇപ്പോൾ എന്നും നല്ല മഴയാണ് കേട്ടോ. ഒരു ഉച്ച കഴിയുമ്പോഴത്തേനും നല്ല മഴയാണ്, ഇടിയും മഴയൊക്കെയാണ്. അപ്പം ഞാനിന്ന് ഓർത്തുന്ന ഒരു ചെറിയൊരു ഡെയിലി വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കുറച്ച് പച്ചക്കറി നടാനുള്ള ഒരുക്കത്തിലാണ്. അപ്പം അതിനായിട്ട് മണ്ണെടുക്കാൻ വേണ്ടി താഴേക്ക് പോയതാണ്. അപ്പം അവിടെ നേരത്തെ ഞങ്ങളിവിടെ കയ്യേല പണിതായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവിടുന്ന് മണ്ണ് അങ്ങോട്ടേക്ക് എടുത്തിട്ടായിരുന്നു. അപ്പം അതുകൊണ്ട് എളുപ്പമുണ്ട് അവിടുന്ന് മണ്ണെടുക്കാൻ. അപ്പം ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ കുറച്ച് പച്ചക്കറി അങ്ങ് നട്ടേക്കാമെന്ന്. അപ്പം അങ്ങനെ അതിനായിട്ടാണ് മണ്ണൊക്കെ എടുക്കുന്നത്. അപ്പോൾ വീഡിയോ എടുക്കുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു കൊച്ചാണ്. അശ്വര എന്നാണ് കൊച്ചിൻ്റെ പേര്. അപ്പോൾ അവളെ വീഡിയോ എടുക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവുമായിരുന്നു. അവളുടെ കയ്യിലിരിക്കുന്നില്ലായിരുന്നു ഫോണ്. അപ്പോൾ അവളുടെ ചേട്ടൻ ആങ്ങള വന്ന് വീഡിയോ അവനെടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഓടി വന്നു. ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു കേട്ടോ. ഇതുവരെ അങ്ങനെ വലിയ രീതിയിൽ പച്ചക്കറിയൊന്നും നട്ടിട്ടൊന്നും ഇല്ലായിരുന്നു. എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഇത് വലിയ ചെയ്ത് പരിചയവും ഇല്ല. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ചെറിയൊരു തോടുണ്ട്. തോടാന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയൊരു എന്താ പറയുക, ഒരു അരുവി പോലത്തെ ഒരു സംഭവമാണ്. അപ്പം അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ എത്ര നേരം എന്ന് വെച്ചാൽ വീട്ടിലിരിക്കുന്നത്. അപ്പം അങ്ങോട്ടേക്ക് പോകാമെന്ന് വെച്ചു. ആ തൂമ്പായെ പണിത് തൂമ്പായുടെ കൈ ഒടിഞ്ഞു പോയതല്ല കേട്ടോ, ഊരിപ്പോയതാണ്. അപ്പം അത് പിന്നെ വെച്ചില്ല. അപ്പം ചാണകപ്പൊടിയൊക്കെ ഇട്ട് മണ്ണിൽ നല്ലവണ്ണം മിക്സ് ചെയ്ത് അങ്ങ് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് മഴ മൂടലുണ്ട്. ഉച്ചയോടുകൂടി പെയ്യുമെന്ന് തോന്നുന്നു. ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പോകാനായിട്ടാണ് ഇരിക്കുന്നത്. അരുവിയിൽ ഇത് കഴിഞ്ഞിട്ട് പോകാനായിട്ടിരിക്കുന്നത്. ഞാനിപ്പം നടുന്നത് തക്കാളിയുടെ വിത്താണ് കേട്ടോ. അപ്പം ഞാനിത് ഗ്രോ ബാഗ് മേടിച്ചത് ഓൺലൈനിൽ നിന്നാണ്. അപ്പം ആ കവറിൻ്റെ കൂട്ടത്തിൽ ഒരു 5 ഇനം വിത്തുകൾ ഉണ്ടായിരുന്നു. പച്ചക്കറി വിത്തുകൾ ഫ്രീ ആയിട്ട് കിട്ടിയായിരുന്നു. അപ്പം അതിൽ ഒന്നായിരുന്നു തക്കാളിക്ക. അപ്പം അതങ്ങ് നട്ട് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. ബാക്കിയുള്ളതിനകത്ത് ഞാൻ ഒരു 3 എണ്ണത്തിനകത്ത് നടന്നുള്ളൂ. ബാക്കിയുള്ളതിനകത്ത് പിന്നെ എല്ലാം കൂടെ നടാനായിട്ട് സമയമില്ല. അപ്പോഴത്തേനും പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പരിപാടി നടക്കത്തില്ല. പിന്നെ രാവിലെ എന്താ പറയുക, പറമ്പെല്ലാം അപ്പടി കാട് പിടിച്ച് കിടക്കുമായിരുന്നു. പിന്നെ അതെല്ലാം ഒന്ന് ക്ലീനാക്കി. ഇപ്പം മഴയും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് എന്നാ പറയുക, കാട് വരും. പറിച്ച് കളഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പിന്നെ അതുണ്ടായി വരും. ഇപ്പം ഇത് പപ്പ നട്ടതാണ്, ഇഞ്ചിയെല്ലാം. അപ്പം ബാക്കി വന്ന മണ്ണ് അവിടെ ഉണ്ടായിരുന്നു. അതിനകത്തോട്ട് അവിടെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം എൻ്റെ മമ്മിയുടെ വീട്ടിൽ പോയായിരുന്നു, ഏലപ്പാറയിൽ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ചെടികൾ കൊണ്ടുവന്നായിരുന്നു. അതോടെ അങ്ങ് നട്ട് വെച്ചു. അങ്ങനെ ഇതാണ് രാവിലത്തെ പരിപാടി. ഇതെല്ലാം കഴിഞ്ഞു, ഇതെല്ലാം ക്ലീൻ ചെയ്തു. തൊട്ടപ്പുറത്ത് വേറൊരു പറമ്പാണ്, അവിടെയും കാട് കയറി കിടക്കുവാണ്. ഇതാണ് എൻ്റെ പപ്പി നിക്കി. രണ്ടുപേരെയും അഴിച്ചു വിടാനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ബഹളം വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഒരാൾ റോഡിൽ കയറും അഴിച്ചു വിട്ടാൽ. പോകുമെന്ന് പേടിയാണ്, അതുകൊണ്ട് പിന്നെ അഴിച്ചിപ്പോൾ വിടാറില്ല അങ്ങനെ.
ഇത് നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള വീട്ടിലെ പട്ടിയാണ് കേട്ടോ, ജാക്കി. എന്നെ ഭയങ്കര കാര്യമാണ് ഇവന്. ചെറുപ്പത്തിലെ കൊണ്ടുവന്നപ്പോൾ തൊട്ട് കാണുന്നതാണേ. പിന്നെ ഞാനിപ്പം നടന്നത് പയറിൻ്റെ വിത്താണ്. ഇത് പപ്പ തന്നതാണ് പയറ് വിത്ത്. അപ്പം അതങ്ങ് നട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പം കിച്ചൂസ് കിടന്ന് ബഹളം വെക്കുമായിരുന്നു, അവിടെ പോകാമെന്നും പറഞ്ഞുകൊണ്ട്. അവനത് അതിന് വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന് വർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് പോകാൻ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ 3 ഗ്രോ ബാഗ് നിറച്ച് ഫില്ല് ചെയ്തു. അങ്ങനെ ഞങ്ങൾ പിള്ളേർ 3 പേരും എൻ്റെ വീട്ടിൽ വന്നു. ആങ്ങളുടെ പിള്ളേരാണ് ഇവിടെ കളിക്കുന്നത് 2 പേര്. പിന്നെ ഞങ്ങളിവിടെ വന്നപ്പോഴത്തേനും വെയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവന്മാരവിടെ കളിച്ചുകൊണ്ടൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പോകാൻ വേണ്ടി തുടങ്ങുമായിരുന്നു. ഒരു കമ്പ് വല്ല എടുത്ത് കൈ പിടിച്ചോട്ടോ. ഭയങ്കര അങ്ങനെ ഞങ്ങൾ പിള്ളേരും ഞാനും കൂടെ പോയി. ഇതൊരു കോഴി ഫാമാണ്. ഇതിനകത്ത് കോഴിക്കുഞ്ഞുങ്ങളൊന്നുമില്ല. വലിയൊരു റബ്ബർ തോട്ടമാണ് കേട്ടോ. വലിയ വെള്ളമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ പിള്ളേർ വീട്ടിൽ ഇരുന്ന് മടുത്തോണ്ട് ഇങ്ങ് കൊണ്ടുപോകുന്നതാണ്. ഇടയ്ക്കൊക്കെ ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് നല്ലതല്ലേ. കൈ മാറ്റിക്കേ, ഇപ്പൊ ഇറങ്ങി വല്ല ഞാൻ പിടിച്ചത്. കൈ മാറ്റി എങ്ങനെ കൊണ്ടു കാണിച്ചേ. അങ്ങനെ തൊഴിലുറപ്പുകാർ ഇവിടെ എല്ലാം നല്ല ക്ലീൻ ആക്കി ഇട്ടിരിക്കുകയാണ്. ഞങ്ങൾ വരുന്ന സമയം നല്ലതായിരുന്നു. അവരവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അവരിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയതാണ്. അവരവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. എന്നെ എടുക്കുവോ കിച്ചൂസ് എന്നെ എടുക്കുവോ? ഇതിനെ വെള്ളം പോകാതിരിക്കാൻ തടഞ്ഞു നിർത്തുവാണോ? തടയണയാണോ? അശ്വരക്കുട്ടി എന്നെ എടുക്കുവോ? എങ്ങനെയുണ്ട് ഇവിടെ? ഇഷ്ടപ്പെട്ടോ? ഇനി വരുന്നുണ്ടോ ഇങ്ങോട്ട്?
കിച്ചൂസേ ഡാനിച്ചേട്ടയുടെ പുറത്ത് തന്നെ നോക്കിയേ. ഡാനിച്ചേട്ടയുടെ പുറത്ത് തന്നെ കയറി പോകുന്ന നോക്കിയേ. ഇവിടെ എല്ലാം അവർ തെളിച്ചേക്കുവാണ് കേട്ടോ. ഇവിടെ എല്ലാം തെളിച്ചു. ഇതെല്ലാം റബ്ബർ തോട്ടമാണ്. ഇവിടെയൊക്കെ താമസക്കാരുണ്ടായിരുന്നു, അവരൊന്നും ഇപ്പം ഇവിടെ ഇല്ല. ഇവിടെ നിന്നൊക്കെ അവർ റോഡ് സൈഡിലേക്കൊക്കെ കയറിപ്പോയി. ഡാനിക്കുട്ടൻ അവിടെ ഭയങ്കര പരിപാടിയാണ് കേട്ടോ. ഡാനിച്ചേട്ടായി എന്നെ എടുക്കുമോ? ഡാനിച്ചേട്ടായി ആണോ? അങ്ങനെ ഞങ്ങളവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് മഴയായിരുന്നു. അപ്പം മഴ പെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനും ഞങ്ങൾ കയറിപ്പോന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നല്ല മഴയായി. അപ്പം മമ്മി ചക്കപ്പഴം ഞങ്ങൾക്ക് തരാനായിട്ട് സെറ്റാക്കി കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ചക്കപ്പഴം എല്ലാം കഴിച്ചു. അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്